സുഹൃത്തുക്കളെ, ഈ കഴിഞ്ഞ ദിവസം KPCCയുടെ ഒരു ഉന്നതതല യോഗം തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കുകയുണ്ടായി. സ്വാഭാവികമായി തെരഞ്ഞെടുപ്പിൽ ആ യോഗത്തിൽ ഈ പിണറായി സർക്കാരിനെതിരായിട്ടുള്ള പ്രക്ഷോഭ പ്രവർത്തനങ്ങൾ ഏതൊക്കെ നിലയിൽ സംഘടിപ്പിക്കണമെന്നുള്ളത് സംബന്ധിച്ചിട്ടുള്ള വിശദമായ തീരുമാനങ്ങൾ പുറത്തേക്ക് വരും എന്നായിരുന്നു നമ്മൾ കരുതിയിരുന്നത്. ഏതാണ്ട് മരവിച്ച് കിടന്നിരുന്ന കോൺഗ്രസിന് ചെറിയ തോതിൽ ഒരു അനക്കം വെച്ചോ എന്ന് തോന്നിപ്പിക്കുന്ന ചില സംഭവങ്ങൾ, ചെറിയ തോതിൽ ചില സംഭവങ്ങൾ അടുത്ത ദിവസങ്ങളിൽ നടക്കുകയുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ പിണറായി സർക്കാരിനെതിരായിട്ടുള്ള പ്രക്ഷോഭ പ്രവർത്തനങ്ങൾക്ക്, സമര പ്രവർത്തനങ്ങൾക്കൊക്കെ നേതൃത്വം നൽകുന്ന ഒരു ഉന്നതതല യോഗമായിരിക്കും അവിടെ നടക്കുക എന്ന് കുറേ കോൺഗ്രസ്സുകാരെങ്കിലും കരുതിയിരുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം എന്ന് പറയുന്നത്, കഴിഞ്ഞ 1-2 വർഷക്കാലമായി കേരളത്തിൻ്റെ ചുമതലയുള്ള കേന്ദ്ര നേതൃത്വത്തിൽ നിന്നുള്ള കേരളത്തിൻ്റെ ചുമതലയുള്ള താരിഖ് അൻവർ, അദ്ദേഹം ഇവിടുത്തെ ഒരു ഗ്രൂപ്പിൻ്റെ പക്ഷപാതിയായിട്ടാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത് എന്നുള്ള നിലയിലുള്ള വിമർശനങ്ങൾ ഉയർന്നു വന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിനെ മാറ്റിയിട്ട് അവിടെ ദീപ ദാസ് മുൻഷി എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ ദീർഘകാലത്ത് ഉന്നതനായിട്ടുള്ള നേതാവായിരുന്ന ബംഗാളിൽ നിന്നുള്ള പ്രിയരഞ്ജൻ ദാസ് മുൻഷിയുടെ ഭാര്യ ദീപ ദാസ് മുൻഷി, ബംഗാളിൽ നിന്നുള്ള അവർ കേന്ദ്ര നിരീക്ഷകയായി, കേരളത്തിൻ്റെ ചുമതലയുള്ള കേന്ദ്ര നിരീക്ഷകയായി ഇവിടെ എത്തുകയും ചെയ്തു. അപ്പോൾ ആ പശ്ചാത്തലത്തിൽ എന്തെങ്കിലുമൊക്കെ പിണറായി സർക്കാരിനെതിരായി ചില പ്രക്ഷോഭ പ്രവർത്തനങ്ങളിലേക്കൊക്കെ അതിൻ്റെ ആലോചനകൾക്ക് സംബന്ധിച്ച് ചർച്ചകൾ നടക്കുമെന്നാണ് കുറേ കോൺഗ്രസ്സുകാരെങ്കിലും കരുതിയിരുന്നത്. സുഹൃത്തുക്കളെ, എന്താ സംഭവിച്ചതെന്താ? ആ യോഗത്തിൽ അങ്ങനെയൊന്നും നടക്കുന്നതിന് പകരം ആ യോഗത്തിൽ എന്താ സംഭവിച്ചത്? ആ യോഗത്തിൽ സംഭവിച്ചത്, കോൺഗ്രസിൻ്റെ സമുന്നത നേതാവും മുൻ KPCC പ്രസിഡൻറ്റുമായിട്ടുള്ള ശ്രീമൻ VM സുധീരൻ ആ ഒരു ആലോചനാ യോഗ, KPCCയുടെ യോഗം അത് കംപ്ലീറ്റ് തകർത്ത്, അതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ തകർത്തില്ലാതാക്കുകയും കോൺഗ്രസിനകത്ത് അന്തഛിദ്രങ്ങൾക്ക് പുറമേ അന്തഛിദ്രങ്ങളാണ് എന്ന് വരുത്തുന്ന നിലയിൽ ശക്തമായിട്ടുള്ള വിമർശനം കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ ഉന്നയിക്കുകയും ചെയ്യുകയാണ് ഉണ്ടായത്. അത് വിമർശനങ്ങൾ കോൺഗ്രസ് നേതൃയോഗത്തിൽ മാത്രമല്ല അദ്ദേഹം ഉന്നയിച്ചത്, അദ്ദേഹം അതിനേക്കാൾ ശക്തമായി ആ ആരോപണങ്ങൾ പൊതുമണ്ഡലത്തിലും അദ്ദേഹം പത്രസമ്മേളനത്തിലൂടെ ഉന്നയിച്ചു. നമുക്കറിയാൻ കഴിഞ്ഞത്, അദ്ദേഹം ആ കോൺഗ്രസ് ആ യോഗത്തിലേക്ക് കടന്നു ചെന്നിട്ട് അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചതിന് ശേഷം അവിടുന്ന് അദ്ദേഹം ഇറങ്ങിപ്പോകാനാണ് ശ്രമിച്ചതെന്നും, എന്നാൽ അങ്ങനെ ഇറങ്ങിപ്പോകാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ അദ്ദേഹത്തെ നിർബന്ധിച്ച് അവിടെ വിളിച്ചിരുത്തിയ ഈ ദീപ ദാസ് മുൻഷി അദ്ദേഹം പറഞ്ഞതിനുള്ള മറുപടി കൂടി പറയിച്ചതിന് ശേഷമാണ് അദ്ദേഹത്തെ പുറത്തേക്ക് ഇറക്കി വിട്ടത് എന്നും നമ്മൾ കേട്ടു. അദ്ദേഹമാകട്ടെ പുറത്തേക്ക് ഇറങ്ങി വന്നതിന് ശേഷം പത്രസമ്മേളനത്തിലൂടെ മാധ്യമങ്ങളോട് അതിരൂക്ഷമായും അതിനിശിതമായും കോൺഗ്രസിൻ്റെ നേതൃത്വത്തെ, കേന്ദ്ര നേതൃത്വത്തെയും കേരള നേതൃത്വത്തെയും എതിർക്കുകയും ചെയ്തു. ഇത് ആണ് നമ്മൾ കണ്ടത്. അപ്പോൾ സുഹൃത്തുക്കളെ, ഫലത്തിൽ എന്താ സംഭവിച്ചത്? പിണറായി സർക്കാരിനെതിരെ ശക്തമായ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് രൂപം കൊടുക്കപ്പെടും എന്ന് കരുതിയിരുന്ന കോൺഗ്രസിൻ്റെ ഒരു ഉന്നത യോഗം VM സുധീരൻ്റെ ഈ ഇടപെടലോടുകൂടി ആ യോഗമാകെ പൊളിഞ്ഞു പോവുകയും ആ യോഗത്തിൻ്റെ ഒരു ഔട്ട്പുട്ട് എന്നുള്ള നിലയിൽ പുറത്തേക്ക് വന്നത് ആ യോഗത്തിൽ ഉണ്ടായിട്ടുള്ള അന്തഛിദ്രവും കോൺഗ്രസിനകത്തെ പടലപിണക്കങ്ങളുമായിരുന്നു എന്നുള്ള നിലയിലേക്ക് അത് മാറി. സുഹൃത്തുക്കളെ, ഈ സംഭവവികാസവുമായി ബന്ധപ്പെട്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ സംഭവവികാസം ഇങ്ങനെയാക്കി മാറ്റിയത് പിണറായി സർക്കാരിനെതിരായിട്ടുള്ള ഗൗരവമായിട്ടുള്ള കാര്യങ്ങൾ ആലോചിക്കാൻ വേണ്ടി കൂടിയ ഈ KPCC യോഗം കോൺഗ്രസ് ദുർബലമാണെന്നുള്ള മെസ്സേജ് പുറത്തേക്ക് കൊടുക്കുന്ന നിലയിൽ, കോൺഗ്രസിനകത്താകെ പടലപിണക്കമാണ് എന്ന് ഉള്ള സന്ദേശം പുറത്തേക്ക് കൊടുക്കുന്ന നിലയിൽ, കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം മൃദു ഹിന്ദുത്വമാണ് തുടരുന്നത് എന്നുള്ള മെസ്സേജ് പുറത്തേക്ക് കൊടുക്കത്തക്ക നിലയിൽ അതിനെ മാറ്റിമറിച്ചത് സുധീരൻ എന്ന് പറയുന്ന VM സുധീരൻ എന്ന് പറയുന്ന ഈ നേതാവ് ഇൻഅഡ്വർട്ടൻ്റായിട്ട് ചെയ്തതല്ല എന്നും, അയാൾ മനഃപൂർവ്വം
അങ്ങനെ ചെയ്തതാണെന്നും അതിന് അയാളെ ഇൻസ്റ്റിഗേറ്റ് ചെയ്തത്, അയാളെ ആ ഉത്തരവാദിത്വം കൊടുത്ത് ആ യോഗത്തിലേക്ക് പറഞ്ഞു വിട്ടത് CPM-ഉം പിണറായി വിജയനും ചേർന്നാണ് എന്നുമുള്ള ആരോപണമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഉന്നയിക്കാൻ ശ്രമിക്കുന്നത്. നമ്മൾ ആദ്യമായിട്ട് കണ്ടൊരു പ്രധാനപ്പെട്ട കാര്യം എന്താ സുഹൃത്തുക്കളെ? ആരാണ് VM സുധീരൻ എന്നുള്ളതാണ്. VM സുധീരൻ കോൺഗ്രസിൻ്റെ ഒരു തലമുതിർന്ന നേതാവാണ്. VM സുധീരൻ അഴിമതിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളൊക്കെ എടുക്കുന്നുണ്ട്, അതിലേക്ക് ഞാൻ പുറകെ വരാം. കോൺഗ്രസിനകത്ത് നിന്നുകൊണ്ട് കിട്ടാവുന്ന എല്ലാ സ്ഥാനങ്ങളും വാങ്ങുകയും അത് ആസ്വദിക്കുകയും ചെയ്ത ഒരു നേതാവാണ് VM സുധീരൻ. VM സുധീരൻ പലതവണ MP ആയിട്ടിരുന്നിട്ടുണ്ട്, പലതവണ MLA ആയിട്ടിരുന്നിട്ടുണ്ട്, സ്പീക്കറായിരുന്നിട്ടുണ്ട്, ആരോഗ്യമന്ത്രിയായിരുന്നിട്ടുണ്ട്. ഏറ്റവും അവസാനം VM സുധീരൻ KPCC പ്രസിഡൻ്റായിട്ടും ഇരുന്നിട്ടുണ്ട്. അപ്പോൾ കേരളത്തിലെ കോൺഗ്രസിൽ നിന്ന് ഈ സുധീരൻ എന്ന് പറയുന്ന നേതാവിന് ഇനി ഒരു സ്ഥാനവും കിട്ടാനില്ല എന്നുള്ളതാണ് വസ്തുത. ഇനി VM സുധീരൻ അഴിമതി വിരുദ്ധനല്ലേ? VM സുധീരൻ അഴിമതിക്കെതിരെ സന്ധിയില്ലാതെ പോരാട്ടം നടത്തുന്ന ആളല്ലേ? VM സുധീരൻ മൂല്യാധിഷ്ഠിത രാഷ്ട്രീയത്തിൻ്റെ വക്താവല്ലേ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. അവരോട് എനിക്ക് പറയാനുള്ള മറുപടി, VM സുധീരൻ അഴിമതി വിരുദ്ധനാണ്. VM സുധീരൻ മൂല്യാധിഷ്ഠിത രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്ന ആളാണ്. പക്ഷേ VM സുധീരൻ ചില പ്രത്യേക പാർട്ടികൾ നടത്തുന്ന അഴിമതി മാത്രമേ കാണുള്ളൂ. പ്രത്യേകിച്ച് തൻ്റെ സ്വന്തം പാർട്ടി നടത്തുന്ന അഴിമതി, തൻ്റെ സ്വന്തം പാർട്ടിയിലുള്ള ഗ്രൂപ്പ് പ്രവർത്തനം, തൻ്റെ സ്വന്തം പാർട്ടിയുടെ നിക്ഷിപ്ത താല്പര്യം, തൻ്റെ സ്വന്തം പാർട്ടിയുടെ മൃദു ഹിന്ദുത്വം, ഇതുമാത്രമേ VM സുധീരൻ കാണുകയുള്ളൂ എന്നാണ്. എന്നെപ്പോലുള്ളൊരു പൊതുപ്രവർത്തകൻ സാധാരണഗതിയിൽ ഈ പറഞ്ഞതുപോലെ കോൺഗ്രസിൻ്റെ അഴിമതി, CPM-ൻ്റെ അഴിമതി, BJP-യുടെ അഴിമതി എന്നൊന്നും പറഞ്ഞ് ഞാൻ കാണാറില്ല. ഞാൻ ഈ മൂന്ന് അഴിമതിയെ ഒരു അഴിമതിയായിട്ടാണ് കാണുന്നത്. കോൺഗ്രസ് ചെയ്താലും CPM ചെയ്താലും BJP ചെയ്താലും അത് അഴിമതി. കോൺഗ്രസ് ചെയ്താലും BJP ചെയ്താലും CPM ചെയ്താലും അത് സ്വജനപക്ഷപാതം. അങ്ങനെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. പക്ഷേ VM സുധീരൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്നറിയാമോ? VM സുധീരൻ കോൺഗ്രസ് ചെയ്യുന്ന അഴിമതിയെ കാണൂ. VM സുധീരൻ ഉമ്മൻചാണ്ടി ചെയ്യുന്ന അഴിമതി മാത്രമേ കാണൂ. VM സുധീരൻ K ബാബു ചെയ്യുന്ന അഴിമതി മാത്രമേ കാണൂ. VM സുധീരൻ കോൺഗ്രസിൻ്റെ ഗ്രൂപ്പിസം മാത്രമേ കാണൂ. VM സുധീരൻ കോൺഗ്രസിൻ്റെ മൃദു ഹിന്ദുത്വം മാത്രമേ കാണൂ. VM സുധീരൻ CPM-ൻ്റെ അഴിമതി കാണില്ല. VM സുധീരൻ പിണറായി വിജയൻ്റെ അഴിമതി കാണില്ല. VM സുധീരൻ CPM-ൻ്റെ ജീർണത കാണില്ല. VM സുധീരൻ CPM-ൻ്റെ സ്വജനപക്ഷപാതം കാണില്ല. VM സുധീരൻ CPM-ൻ്റെ മൃദു ഹിന്ദുത്വവും കാണില്ല. ഇതാണ് എനിക്ക് VM സുധീരനോടുള്ള വിമർശനം. CPM-നകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട അഴിമതി ആരോപണം ലാവ്ലിൻ കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണല്ലോ. ലാവ്ലിൻ കേസിൽ പിണറായി വിജയനെ കുറ്റമുക്തനാക്കിയതിനെതിരെ 2017 തന്നെ കക്ഷി ചേർക്കണമെന്നും പറഞ്ഞിട്ട് സുധീരൻ സുപ്രീം കോടതിയിൽ പോയിരുന്നു. ഇപ്പോൾ 6 വർഷം കഴിഞ്ഞിട്ട് സുപ്രീം കോടതിയിൽ ആ കേസിരുന്നിട്ടും അതിനൊരു എയർലി ഹിയറിംഗ് നടത്താൻ സുധീരൻ തയ്യാറായിട്ടില്ല. അപ്പോൾ പിണറായി വിജയൻ്റെ അഴിമതിയെക്കുറിച്ച് സുധീരൻ കാണില്ല. ഉമ്മൻചാണ്ടിയുടെ അഴിമതിയെക്കുറിച്ചിട്ട് കാണും, ഉമ്മൻചാണ്ടിയുടെ ബാർക്കോഴയെക്കുറിച്ചിട്ട് കാണും, ഉമ്മൻചാണ്ടിയുടെ സോളാറുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ കാണും. പിണറായി വിജയൻ കഴിഞ്ഞ 36 ദിവസമായിട്ട് നവകേരള യാത്ര നടത്തുകയായിരുന്നല്ലോ, തലതല്ലി പൊളിക്കുന്നു, എന്തൊക്കെയായിരുന്നു ഇവിടെ പുകിലുകൾ ഉണ്ടായത്. അതിലൊന്നും സുധീരന് ഒരഭിപ്രായമില്ല. പിണറായി വിജയൻ ഒന്നും ചെയ്യുന്നത് സുധീരൻ കാണില്ല. കോൺഗ്രസിന് മൃദു ഹിന്ദുത്വം എന്നാണ് പറയുന്നത്. അയോധ്യയിലെ ക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിണറായി വിജയനും MP ഗോവിന്ദൻ മാസ്റ്ററും ഇതുവരെ കാമാന്തരക്ഷം വേണ്ടിയിട്ടില്ല, അത് സുധീരൻ കാണില്ല. അപ്പോൾ സുധീരൻ്റെ ഏറ്റവും വലിയ ശത്രു എന്ന് പറഞ്ഞാൽ സുധീരൻ്റെ പാർട്ടിയാണ്. സുധീരൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറഞ്ഞാൽ സ്വന്തം പാർട്ടിക്കിട്ട് ചവിട്ടുകയും തൊഴിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. സുധീരൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറഞ്ഞാൽ സ്വന്തം പാർട്ടിക്കായിട്ടുള്ള കോൺഗ്രസിനെ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. അതിലൂടെ സംരക്ഷിക്കപ്പെടുന്നത് ആരാ? അതിലൂടെ സംരക്ഷിക്കപ്പെടുന്നത് CPM അല്ലേ? CPM-നെതിരെ എന്തെങ്കിലും സുധീരൻ ഇപ്പോൾ പറയുന്നുണ്ടോ? ഇത്രയും പൂത്ത് ചീഞ്ഞ് നാറി പുഴുത്ത ഒരു ഗവൺമെൻറ്, ആ ഗവൺമെൻറ്റിനെതിരെ PM സുധീരൻ എന്തെങ്കിലും പറയുന്നുണ്ടോ? ഒരു വാക്ക്? ചെടിച്ചട്ടി കൊണ്ട് തലതല്ലി പൊളിച്ചിട്ട് അത് ജീവൻ രക്ഷാ പ്രവർത്തനമാണെന്ന് പിണറായി വിജയൻ പറഞ്ഞു. അതിനെക്കുറിച്ച് സുധീരൻ എന്തെങ്കിലും പറഞ്ഞോ? DYFI പ്രവർത്തകരെ കൊണ്ട് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകരെ അടിച്ചമർത്തി അതിനെക്കുറിച്ച് സുധീരൻ വല്ലതും പറഞ്ഞോ? പിണറായി വിജയൻ്റെ പേഴ്സണൽ സ്റ്റാഫിലെ പോലീസുകാർ വന്ന് യൂത്ത് കോൺഗ്രസ്സുകാരെ അടിച്ചു, അതിനെക്കുറിച്ച് സുധീരൻ വല്ലതും പറഞ്ഞോ? എത്രയെത്ര അഴിമതികൾ പിണറായി വിജയൻ നടത്തി, അതിനെക്കുറിച്ച് സുധീരൻ വല്ലതും പറഞ്ഞോ?
എന്തുമാത്രം സ്വജനപക്ഷപാതം, എന്തുമാത്രം ധൂർത്തും നടക്കുന്നു, അതിനെക്കുറിച്ചൊക്കെ സുധീരൻ എന്തെങ്കിലും പറയാറുണ്ടോ? പറയാറില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, സുധീരൻ, വി എം സുധീരൻ എന്ന് പറഞ്ഞ ഈ കോൺഗ്രസ് നേതാവ് കോൺഗ്രസിനകത്തുള്ള പിണറായി വിജയൻ്റെ മോൾ MOLE മോൾ ആണെന്ന് ഞാൻ പറയുന്നത്. മോൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മലയാളം തൊരപ്പൻ എലി എന്നാണ്, തൊരപ്പൻ എലി. അപ്പോൾ സ്വന്തം പാർട്ടിയെ, ശത്രുപക്ഷത്തെ ഒരു പാർട്ടിക്ക് വേണ്ടി നിന്ന് തകർക്കുക എന്നുള്ള ജോലി വളരെ കൃത്യമായി ഏറ്റെടുത്ത് ഭംഗിയായി നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് വി എം സുധീരൻ. അതുകൊണ്ട് ഞാൻ കൂടുതൽ ഈ വീഡിയോ ദീർഘിപ്പിക്കുന്നില്ല. പിണറായി വിജയൻ്റെ മോൾ, കോൺഗ്രസിലെ സുധീരൻ ഇസ് എ മോൾ ഓഫ് പിണറായി വിജയൻ ഇൻ ദ കോൺഗ്രസ് പാർട്ടി. അതാണ് എൻ്റെ നിരീക്ഷണം. പക്ഷേ ഈ പണ്ടേ ദുർബല പിന്നെ ഗർഭിണി എന്ന് പറയുന്നത് പോലെ കിടക്കുന്ന ഈ കോൺഗ്രസ് പാർട്ടിക്ക് സുധീരൻ എന്ന് പറഞ്ഞ ഈ നേതാവിനെ ഒന്നും ചെയ്യാൻ കഴിയില്ല. നമ്മളത് ഒരുപാട് കണ്ടതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അതിങ്ങനെ ഈ പറഞ്ഞ പോലെ ചർവണമായിട്ട് ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കും. അത് നമുക്ക് കണ്ടുകൊണ്ടിരിക്കുക എന്നല്ലാതെ നമുക്ക് വേറൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ സുധീരനെ കോൺഗ്രസിൻ്റെ അണികൾ അടയാളപ്പെടുത്തേണ്ടത് പിണറായി വിജയൻ വിട്ട കോൺഗ്രസ് എന്ന് പറഞ്ഞ പാർട്ടി തകർക്കാനുള്ള ഒരു മോൾ, ഒരു തൊരപ്പൻ എലിയായിട്ടാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്.